ഹായ് ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു നല്ലൊരു പ്രൊമോ വിശേഷങ്ങളിലേക്കാട്ടോ എല്ലാവരും സ്വാഗതം ചെയ്യുന്നത്. അങ്ങനെ തന്നെ മഹിപാൽ എന്തായാലും കൃഷിൻ്റെയും കൺമണിയുടെ അടുത്തേക്ക് തന്നെ എത്തുകയാണ്. അതിനുശേഷം തന്നെ ആ ഡിസൈൻ അങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷെ കേണൽ പറയുന്നുണ്ട്, നിൻ്റെ കയ്യിൽ ഇത് തന്നു വിട്ടാൽ ഒരിക്കലും തന്നെ ദേവ്ജിയുടെ കയ്യിലെത്തുമെന്നുള്ളത് എനിക്ക് നല്ല സംശയമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ നിൻ്റെ കയ്യിൽ തരാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. മാത്രമല്ല ഡിസൈൻ ഒന്ന് നോക്കട്ടെ എന്ന രീതിയിൽ മഹിപാൽ പറയുമ്പോഴത്തേനും ആ ഡിസൈൻ കണ്ടിട്ട് തന്നെ മഹിപാൽ വരെ അന്തം വിട്ട് നിൽക്കുകയാണ്. അത്രയും മനോഹരമായിട്ടുള്ളൊരു ഡിസൈനാണ്. പക്ഷേ ഇത് നഷ്ടപ്പെടാനായിട്ട് പാടില്ല. എനിക്ക് തോന്നുന്നു നിന്നെ പുറകിൽ വേറെ ആരൊക്കെ ഉണ്ടെന്നുള്ളത്. നിന്നെ ഫോളോ ചെയ്ത് വരിക എന്തൊക്കെയുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇത്രയും ദൂരം തനിച്ചല്ലേ നീ ഡ്രൈവ് ചെയ്ത് വന്നതും. അതുകൊണ്ട് തന്നെ നീ ഒറ്റയ്ക്ക് തന്നെ ഇനി പോണ്ട. ഈ ഡിസൈൻ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ എത്തിക്കാം എന്ന രീതിയിൽ തന്നെയാണ് ആ കേണൽ പറയുന്നത് കേട്ടോ. അതിനുശേഷം തന്നെ വീണ്ടും നമ്മുടെ മഹിപാൽ പറയുന്നുണ്ട്, എന്തായാലും സസ്പെൻഷനിലായതോടുകൂടി തന്നെ അവൾക്ക് വാശിയും ദേഷ്യവും കുറച്ച് കൂടുതലാണ്. നിങ്ങൾ രണ്ടുപേരും കുറച്ച് ഭയക്കേണ്ടിയിരിക്കുന്നു. അവൾ എന്തിനു മുതിർന്നാ നിൽക്കുന്നത്. കാരണം സാഗർ സാറിനാക്കി ദേഷ്യം വന്നിട്ടാണ് അവളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും അവൾക്ക് ദേഷ്യമാണ്. ആരും ഇപ്പോൾ അവളുടെ കൂട്ടത്തിൽ നിൽക്കുന്നില്ലല്ലോ. അതിൻ്റെയും കൂടി വാശിയും ദേഷ്യവും കൂടി അവൾ തീർത്തുകൊണ്ടിരിക്കുക കേട്ടോ ചെയ്യുന്നത്. ഞങ്ങൾ എന്തിനാണ് മഹി പേടിക്കേണ്ടത്? ഇവിടെ ഞങ്ങൾ രാജാവും രാജ്ഞിയും ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട യാതൊരു തരം കാര്യമില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും തന്നെ ഉണ്ടാവുമെന്നും പറയാട്ടോ. അങ്ങനെ പിന്നീട് മാനസയെ കാണിക്കുന്നു. എല്ലാം സക്സസ് ആയി, ഇനി ആ ഡിസൈൻ കിട്ടും എന്നൊരു പ്രതീക്ഷയിൽ കാത്തു നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഭാഗ്യശ്രീയാണ്. ഭാഗ്യശ്രീയെ സുമിത്രയും അതുപോലെ ബാലുവും ചേർന്നിട്ട് അങ്ങനെ പിടിച്ച് റൂമിൽ അടയ്ക്കാട്ടോ. ഇനി മേലാൽ നീ പുറംലോകം കാണില്ല ഭാഗ്യശ്രീ. ഇനി ഞങ്ങൾ തീരുമാനിക്കും, അത് നീ അനുസരിക്കും. നിൻ്റെ വേണ്ട കാര്യങ്ങൾ ഇവിടെ എത്തിച്ച് തരും. ഇനി നീ പുറത്തേക്ക് ഇറങ്ങരുത്, ഞങ്ങളെ ലക്ഷ്യം നേടുന്നത് വരെ എന്ന് പറയുന്നു. പിന്നീട് കേണൽ സാറാണെങ്കിലോ വിളിച്ച് ദേവ്ജിയോട് പറയുന്നു, ദേവ്ജി ഒരിക്കലും ആ ഡിസൈൻ മഹിപാലിൻ്റെ അടുത്ത് കൊടുത്തു വിട്ടാൽ നിൻ്റെ കയ്യിൽ അത് എത്തും എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഫോളോ ചെയ്ത് ആരെങ്കിലുമൊക്കെ വരാനും സാധ്യതയുണ്ടെന്നുള്ള രീതിയിലൊക്കെ പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ എന്തായാലും അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ എന്തായാലും നമുക്കത് തീർക്കണം. എത്രയും പെട്ടെന്ന് താൻ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളൂ എന്നുള്ളതിൽ കേണലിനോട് പറയാം കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വരുണിനെയും അതുപോലെ അനിരുദ്ധൻ സാറിനെയൊക്കെ കേട്ടോ. എന്തായാലും അവൾ ആ ഡിസൈൻ കൊണ്ട് എങ്ങോട്ടും വരേണ്ട ആവശ്യമില്ല. അവൾ ജീവിതത്തിൽ എൻ്റെ പടം മാത്രം വരച്ചാൽ മതി. അല്ലാതെ ഒരുത്തൻ്റെയും പടം അവൾ വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എനിക്ക് അവളെ കിട്ടിയില്ലെങ്കിൽ ഞാൻ അവളെ കൊന്നുകളയും എന്നൊക്കെയാണ് അനിരുദ്ധനോട് വരുൺ പറയുന്നത് കേട്ടോ. എന്തായാലും വരുണിൻ്റെ ആഗ്രഹം നടക്കാനായിട്ട് പോകുന്നില്ല. കാരണം കൺമണിയുടെ ചുറ്റും ഒരുപാട് ആളുകളുണ്ട്. ഒരിക്കലും തന്നെ അവളെ അങ്ങനെ വിട്ടുകൊടുക്കാനും തയ്യാറാവില്ല കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണയും കൺമണിയാണ്. ഇവർ ആ ഡിസൈൻ കണ്ടിട്ട് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്, മഹിയും കേണലും ഒക്കെ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല സന്തോഷമാവുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ കൃഷ്ണയും കൺമണിയും ഒരുപാട് സന്തോഷിച്ച് തന്നെയാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ. അവരുടെ ലക്ഷ്യം പൂർത്തിയാക്കുന്നത് വരെ ഇത്രയും കാണിച്ചിട്ടാണ് പ്രമോ